ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുവാനായിട്ട് ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ വലിയ പ്രകൃതിയുടെ പ്രയാസങ്ങളും ഭീഷണികളുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിലാണല്ലോ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അനർത്ഥം സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അത് വലിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. നമുക്കുള്ള വസ്തുവകകളും അതിലുള്ള പണികളും ഒന്നും ശാശ്വതമല്ല എന്നുള്ളതായ വലിയ സന്ദേശം നമുക്ക് ഇതിലൂടെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് വളരെ താഴ്മയോടെ ദൈവാശ്രയത്തിൽ ഓരോ ദിവസവും ജീവിക്കാനായിട്ട് കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാം ലേഖനത്തിൽ ഓർപ്പിക്കുന്നത് പോലെ ഇതൊക്കെ ദൈവവചനത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ മനസ്സോടെ മറന്നു കളയുവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിട്ടാണ് അത് ഇരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായതായ ഈ സംഭവം വീണ്ടും നമ്മെ ആ സത്യത്തെ നേരിൽ കണ്ട് ഉറപ്പിക്കുന്നതായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഭയത്തോടു കൂടി ഉൾക്കൊള്ളാം. നമ്മുടെ പ്രാണപ്രിയൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി എല്ലാ ഉത്സാഹത്തോടും കൂടി ഒരുങ്ങേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് നടത്തിയിട്ടുള്ള ഭാഗ്യവർണ്ണനയാണല്ലോ നമ്മുടെ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതായ ആ വിലയേറിയ തിരുവെഴുത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്താണത് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമ്മൾ ധ്യാനിക്കാനായിട്ട് ശ്രമിച്ച് വരികയായിരുന്നു. അപ്പോസ്തലനായ പൗലോസിനോടും യെശയ്യാ പ്രവാചകനോടും ഒക്കെ ചേർന്ന് നമുക്ക് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മിലുള്ളതായ പാപത്തിൻ്റെ സാന്നിധ്യവും പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ള സാഹചര്യവും തിരിച്ചറിഞ്ഞ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ളതായ മനോഭാവത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതായ കാതലായ സത്യമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ആ താഴ്മയോടെ ആ ആശ്രയത്തോടെ നമ്മിലുള്ളതായ പാപത്തിൻ്റെ ശക്തിയുടെ ഭയങ്കരത തിരിച്ചറിഞ്ഞ് ആ ദുഃഖത്തോടെ ഓരോ ദിവസവും ആയിരിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ദുഃഖം എങ്ങനെ ആശ്വാസമായി തീരുമെന്നുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട സത്യമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ ദുഃഖം നമ്മെ ആശ്രയത്തിലേക്ക് നയിക്കേണ്ടുന്നതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിലും എൻ്റെ പ്രാപ്തിയിലും എനിക്ക് ശരിയായി ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതായ വലിയ തിരിച്ചറിവിലേക്ക് അത് നമ്മെ നയിക്കാനായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ നയിച്ചാൽ നാം കഴിഞ്ഞ ദിവസം ഓർക്കാനിടയായിട്ട് തീർന്നതുപോലെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതായ വലിയ സത്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ദുഃഖം നമ്മെ ദൈവാശ്രയത്തിലേക്ക് നയിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദുഃഖിക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ നിരാശപ്പെടുന്നവരല്ല, പിന്നെയോ ശക്തനായ നമ്മുടെ കർത്താവിന് നമുക്ക് ആശ്രയിച്ച് ജയാളികളായിട്ട് ജീവിക്കാൻ സാധിക്കണം എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട്
സാധിക്കുകയാണ്. യൂദയുടെ ലേഖനം 24-25 വാക്യങ്ങൾ നമ്മൾ വായിച്ച് ആ ബന്ധത്തിൽ ചില സത്യങ്ങൾ ചേർത്ത് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നല്ലോ. അതിൽ നിന്നൊരു സുപ്രധാനമായ സത്യം നാം കണ്ടു. നമ്മുടെ കർത്താവ് ശക്തനാണ് എന്ന് പറഞ്ഞാൽ നമ്മെ ഏറ്റവും വിജയകരമായിട്ട് നടത്തുവാൻ, വിശുദ്ധിയിൽ ജീവിക്കത്തക്കവണ്ണം സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് എന്നുള്ളതായ സത്യം നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ ഒരു ചെറിയ കുറിപ്പ് കൂടി ഞാൻ അനുബന്ധമായി ചേർത്ത് പറയുകയാണ്. എന്നുവരെയാണ് നമ്മുടെ കർത്താവ് സൂക്ഷിക്കുന്നത്, ശക്തനായ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ആ വാക്യത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യൂദയുടെ ലേഖനത്തിലെ വാക്യത്തിൽ തന്നെ എന്നുവരെയാണ് ഈ സൂക്ഷിപ്പ് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്കുകൾ എത്ര മനോഹരമാണ്. തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യാശയുടെ മഹത്വം ആ വാക്കുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്രയോ മനോഹരമായിട്ട് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഒരു ദിവസം നമ്മുടെ പ്രാണപ്രിയൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ യൂദ 2 വാക്കുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ. നമ്മുടെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആരാണ് ഭാഗ്യവാന്മാർ? ദുഃഖിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നിജാവസ്ഥയെ തിരിച്ചറിഞ്ഞ് ദുഃഖിക്കാനോ വിനയപ്പെടാനോ ദൈവത്തിൽ ആശ്രയിക്കുവാനോ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കളങ്കമില്ലാതെ സൂക്ഷിക്കുന്നതിന് സഹായകരമായിട്ട് തീരും. അത് 1-2 ദിവസത്തേക്കൊന്നുമല്ല. പിന്നെയോ നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് വരെ അങ്ങനെ നമ്മെ സൂക്ഷിക്കും. അവിടെ നാം നിൽക്കുമ്പോൾ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിൽക്കുവാൻ ഇടയായിട്ട് തീരും. ഇതെന്തൊരു മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്നിട്ടുള്ളതായ പ്രത്യാശയിൽ നിത്യതയെ ലക്ഷ്യമാക്കി ഓരോ ദിവസവും സൂക്ഷ്മതയോടെ ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടുത്തെ ദുഃഖം അവിടുത്തെ ആനന്ദത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. അതുകൊണ്ട് നമുക്കറിയാം, പാപത്തിന്മേൽ വിജയം വരിച്ച് ജീവിക്കുമ്പോൾ ഇവിടെയും അതിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ആശ്വാസം ഓരോ ദിവസവും അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വിജയകരമായി ജീവിക്കാൻ സാധിക്കുന്നത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ആ ബന്ധത്തിലൊന്ന് പറഞ്ഞ് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മുൻപോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. ദുഃഖമോ അനുസരണത്തിലേക്ക് നയിക്കും. അപ്പോൾ ദുഃഖം ആശ്രയത്തിലേക്ക് നയിക്കും. അപ്പോൾ ആശ്രയിച്ചാൽ മാത്രം പോരാ. കർത്താവേ, എന്നിൽ പാപം വസിക്കുന്നുണ്ടല്ലോ, എനിക്കതിന്മേൽ വിജയം വരിച്ച് ജീവിക്കണമല്ലോ, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരു ദൈവ പൈതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതോടൊപ്പം ഈ ദുഃഖം വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് നൽകുകയാണ്. ആ ദുഃഖം നമ്മെ അനുസരണത്തിലേക്ക് നയിക്കണം. ഞാൻ ഈ പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ളതും നമ്മൾ ധാരാളം ചിന്തിക്കാറുള്ളതുമാണ്. എങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് അത് ഉൾക്കൊള്ളാനും പ്രായോഗികമാക്കാനുമുള്ളതായ ആവശ്യകതയുണ്ട്.
നമ്മളിപ്പോൾ ആവർത്തന പുസ്തകമാണല്ലോ വായിക്കാനിടയായിട്ട് തീരുന്നത്. ഈ സത്യം ആവർത്തിച്ച് ഓർക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഒരു ദൈവവൈതൽ കർത്താവിൽ ആശ്രയിക്കുന്നതോടൊപ്പം വിജയകരമായി വിശുദ്ധമായി സൂക്ഷ്മതയോടെ ജീവിക്കത്തക്കവണ്ണം നമ്മൾ കർത്താവിനെ അനുസരിക്കുകയാണ്. 119 സങ്കീർത്തനം 9 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ വാക്യമാണ്. അത് പ്രത്യേകിച്ച് വായിക്കേണ്ട ആവശ്യമില്ല. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? അടുത്ത ഭാഗം എന്താണ്? അതിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ ഒരു ദൈവ പൈതൽ കർത്താവിൽ ആശ്രയിക്കുന്നതോടൊപ്പം ദൈവം നൽകിയിട്ടുള്ള സൂക്ഷ്മതാ പാഠങ്ങൾ ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് ബൈബിൾ ക്ലാസ്സിന് പോകാൻ ഇറങ്ങിയപ്പോഴും നമ്മൾ മിക്കവാറും പ്രാർത്ഥിച്ച് കാണും, കർത്താവെ യാത്ര തിരിക്കുകയാണ്, യാത്രയിൽ കാത്തുകൊള്ളണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചായിരിക്കും പോകുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് പോരേണ്ടത്. കാരണം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകമാണ്. ആശ്രയിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ചാലും കുഴപ്പമില്ല എന്ന് വിവേകമുള്ളവരാരും വിചാരിക്കുകയില്ല. കാരണം ദൈവത്തിൽ ആശ്രയിച്ചിറങ്ങുന്നതോടൊപ്പം നമ്മൾക്ക് വാഹനം ഓടിക്കാനും വഴിയിൽ ഒരുപക്ഷെ നടക്കാനും ഒക്കെ ചില നിയമങ്ങൾ തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ ആവർത്തന പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങളുടെ പ്രത്യേകതകൾ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. ദൈവത്തിൻ്റെ നിയമങ്ങൾ ആവർത്തിച്ച് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുവാൻ ഇടയായിട്ട് തീരുകയാണല്ലോ. അപ്പോൾ ദൈവം തന്നിട്ടുള്ളതായ നിയമങ്ങൾ, വചനപ്രകാരം സൂക്ഷിക്കാൻ തന്നിട്ടുള്ളതായ വചനങ്ങൾ നമുക്ക് സൂക്ഷിച്ച് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഈ ബന്ധത്തിൽ ഒത്തിരി പാഠങ്ങൾ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ ചിന്തിക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതായ വാക്യമാണ്. ആരാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ആ വാക്യത്തിൽ ഉണ്ട്. വാക്യം നമുക്കറിയാമല്ലോ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. അടുത്ത വാചകം എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അടുത്ത വാചകം എന്ത് സുരക്ഷിതമായ വാചകമാണ്! ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ സുരക്ഷിതരാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന ബന്ധത്തിൽ നാളെ പാപത്തിൽ വീണേക്കുമോ എന്നുള്ളതായ ആശങ്കയോടെ ഒന്നും നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ നമ്മൾ സൂക്ഷിക്കാൻ ഇടയായിട്ട് തീർന്നാൽ ദുഷ്ടനായ പിശാചിന് നമ്മെ തൊടാനായിട്ട് സാധിക്കുകയില്ല. അതിലൊരു വാചകം നമ്മൾ ഒത്തിരി ഓർത്തിട്ടുണ്ടായിരിക്കാം. ദൈവത്തിൽ ജനിച്ചയാളുടെ ജന്മപ്രകൃതമാണ് എന്ത്? തന്നെത്താൻ സൂക്ഷിച്ച് ജീവിക്കുന്നു എന്നുള്ളത്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ധാരാളം ചിന്തിക്കാറുള്ളതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൽ ജനിച്ചവർ എന്ന നിലയിൽ സൂക്ഷ്മതയോടെ ജീവിക്കാം. എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മളങ്ങനെ ആശങ്കപ്പെടാനോ അതിൻ്റെ വഴികൾ തേടാനോ ഒന്നും ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അത് വളരെ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ സത്യം എല്ലാ പ്രാധാന്യത്തിനും ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ വചനപ്രകാരം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കണം. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് അതിലേക്ക് വെളിച്ചം വീശുന്ന 1-2 ചിന്തകൾ, സുപരിതമായ ചിന്തകളാണെങ്കിലും അത് ഈ പാഠത്തിലൊന്ന് ഓർപ്പിച്ചുണർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകൊണ്ട് ഞാൻ ചില വാക്കുകൾ ആ ബന്ധത്തിൽ വളരെ ചുരുക്കമായിട്ട്
ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. വചനപ്രകാരം സൂക്ഷിക്കുക എന്നുള്ള ആ സത്യം നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നൽകിയിട്ടുള്ളതായ സൂക്ഷ്മത പാഠങ്ങളും കൽപ്പനകളും വളരെ കൃത്യമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഞാനതിനൊരു ഉദാഹരണം പറയുന്നത് വളരെ പരിചയമുള്ള ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ നിന്നാണ്. യോശുവയെ ദൈവം വലിയൊരു ദൗത്യവുമായിട്ട് പറഞ്ഞയക്കുമ്പോൾ ആ ദൗത്യം ഓർത്താൽ എന്തൊരു ഭയങ്കരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് യോശുവയ്ക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വലിയ ഉത്തരവാദിത്വമാണ്. ആ ദേശത്ത് ചെല്ലണം. ആ ദേശം മറ്റ് രാജാക്കന്മാരുടെ കീഴിലാണ്. അവരോട് യുദ്ധം ചെയ്യണം, അതിനെ പിടിച്ചടക്കണേക്കാൾ പ്രയാസമുള്ളൊരു കാര്യമാണ് ദൈവജനമായ ഇസ്രയേലിന് അത് പങ്കിട്ട് കൊടുക്കണം. അപ്പോൾ എന്തൊരു വലിയ ജോലിയാണ് യോശുവയെ ദൈവം ഭരമേൽപ്പിക്കുന്നത്. ഒരുപക്ഷെ മോശ നിർവഹിച്ച ശുശ്രൂഷയേക്കാൾ കൂടുതൽ പ്രയാസമുള്ള വലിയ ഉത്തരവാദിത്തമാണ് ദൈവം ആ മനുഷ്യനെ ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ നമ്മൾ അത് വിജയകരമായി നിർവഹിക്കാനായിട്ട് ഒരൊറ്റ വ്യവസ്ഥയാണ് യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്നത്. ആ വ്യവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലും നമ്മളൊന്ന് വായിച്ചു പോവുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ 3 വാക്യങ്ങളിലെ കാര്യം ഒരൊറ്റ വാചകത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാം അങ്ങ് പറഞ്ഞു പോകണ്ട. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഒരു ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. അപ്പോൾ അവിടെ എന്ത് കൃത്യമായിട്ടാണ് യോശുവയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നത്? നീ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ആ എന്നാൽ എന്നുള്ള വാക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ളതായ ആ ഉപദേശത്തോട് ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ളതായ വാക്കുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വാക്കുകൾ ഓരോന്നും ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ യോശുവ ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം വിജയകരമായി നിർവഹിക്കാനായിട്ട് യോശുവ ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. യോശുവയോട് പറയും, നീ ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കണം. എന്തിനാ ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കേണ്ടത്? മോശ മുഖാന്തരം ദൈവം നിനക്ക് തന്ന ഈ ഏൽപ്പിച്ചിരിക്കുന്ന വചനം അനുസരിക്കാനുള്ള ഉറപ്പും ധൈര്യവും സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ഇനി ഞാൻ ഇന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ ഓർത്തൊരു കാര്യം, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പ്രമാണം വിട്ട് ദൈവത്തിൻ്റെ ജനം വ്യതിചലിച്ചു. പാവം യോശുവ അതറിയണില്ല. പക്ഷേ ദൈവത്തിൻ്റെ ജനം ദൈവം കൊടുത്ത പ്രമാണം ലംഘിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അത് ഞാനിപ്പോൾ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. യെരിഹോ പിടിച്ചടക്കുമ്പോൾ അവിടുത്തെ വസ്തുക്കളെല്ലാം ശബദാർപ്പിതമായിരിക്കണമെന്ന് ദൈവം പറഞ്ഞായിരുന്നു. അവർ ബഹുഭൂരിപക്ഷവും അത് അനുസരിച്ചു. ഒരുത്തൻ തെറ്റിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് അങ്ങനെ മാറാനിടയായിട്ട് തീർന്നു. അപ്പോൾ ഞാനിന്ന് പകൽ എന്നെ വളരെ സന്തോഷിപ്പിച്ച, വളരെ ധൈര്യപ്പെടുത്തിയ ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ്. 7-ാം അധ്യായത്തിൽ
ഹായിൽ ഒരു വലിയ പരാജയം ഉണ്ടാകുന്നു. 36 പേരുടെ മരണം സംഭവിക്കുന്നു. യോശുവ വല്ലാതെ വേദനിക്കുന്നു. കാരണം മനസ്സിലാകുന്നില്ല. യോശുവ തെറ്റിയിട്ടില്ല, പക്ഷെ ആര് തെറ്റിയെന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് യോശുവ വല്ലാത്ത സങ്കടത്തിൽ അകപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. യോശുവ എന്താ ചെയ്തതെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് നമ്മുടെ കുറിവാക്യവുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും വിശദീകരിക്കേണ്ടി വരികയില്ല. 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ അവരും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണുകിടന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്ന വളരെ മനോഹരമായൊരു സത്യം, യോശുവ ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണുകിടക്കുകയാണ്. യോശുവ തന്നെയല്ല, ഇസ്രായേൽ മൂപ്പന്മാര് ദൈവസന്നിധിയിൽ വീണുകിടക്കുകയാണ്. അവരുടെ ദുഃഖത്തിൻ്റെ ആഴത്തിൽ നമ്മളവിടെ വായിക്കുന്നത്, തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണുകിടന്നു. ഇനി നമ്മുടെ കുറിവാക്യത്തിൽ ഞാൻ ഒരു വിശദീകരണം പറയണോ? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതൊരു സാമാന്യ ദുഃഖമല്ല. യോശുവ ഈ തോൽവിയുടെ മുമ്പിൽ വല്ലാതെ വേദനിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പരിഹാരത്തിനു വേണ്ടി യോശുവ ദൈവസന്നിധിയിൽ യോശുവയും മൂപ്പന്മാരും വീണുകിടക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. ദൈവസന്നിധിയിൽ വീണുകിടക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അവർ ഈ സന്ധ്യ വരെ സാഷ്ടാംഗം വീണുകിടന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് കാണിച്ചു തരണം. അവർ പാപമേറ്റു പറയുകയാണ്, തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ അവർ വീണുകിടന്ന് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ നമുക്കറിയാം എവിടെയാണ് പാപമെന്നുള്ളത് കണ്ടെത്തപ്പെടുകയാണ്. അതിൻ്റെ വാക്യങ്ങളിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല, നമുക്കെല്ലാം നല്ല പരിചയമുണ്ട്. ദൈവസന്നിധിയിൽ അവർ വീണെടുക്കുന്ന അവർക്ക് കാരണം മനസ്സിലാകുകയാണ്. ആഖാൻ പിടിക്കപ്പെടുകയാണ്, ആഖാൻ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് പാപം നീങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ജനം മടങ്ങി വരികയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, വ്യക്തിപരമായിട്ടായാലും കുടുംബങ്ങളായിട്ടായാലും സഭയായിട്ടായാലും ദൈവിക പ്രമാണത്തിൽ നിന്ന് തെറ്റാനിടയായിട്ട് തീരുമ്പോൾ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ ദൈവസന്നിധിയിൽ വീണുകിടക്കാനായിട്ട് സാധിച്ചാൽ ദൈവത്തിന് പരിഹാരം വരുത്താനായിട്ട് സാധിക്കും. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഇവിടെ യോശുവയും ഇസ്രായേൽ മൂപ്പന്മാരും ദുഃഖിക്കുകയാണ്, വിലപിക്കുകയാണ്, പാപം കണ്ടെത്തേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി കൊടുക്കുകയും ശുദ്ധീകരണം സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും, നമ്മുടെ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് വരികിൽ, നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലെ ആ വാക്കുകൾ വളരെ മനോഹരമായ വാക്കുകളാണ്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാനിടയായിട്ട് തീർന്നിട്ടുണ്ട് എന്ന് വരികിൽ അത് സമ്മതിക്കുവാനോ ഏറ്റുപറയുവാനോ യഥാസ്ഥാനപ്പെടുവാനോ സാധിക്കുന്നിടത്ത് ആശ്വാസം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ കൂടി ഈ വാക്യത്തോട് ചേർത്ത് വിശദീകരിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച വചനം ധ്യാനിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവങ്ങളിൽ ഒരു നിര മുമ്പിൽ വന്നു നിൽക്കുകയാണ്. അതെല്ലാം നമ്മൾ വിശദീകരിക്കാൻ പോയാൽ
നമ്മുടെ ഈ പഠനം ഈ വാക്യത്തിൽ തന്നെ നിൽക്കാനിടയായിട്ട് തീരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഏറെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളതായ ഈ വചനം ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ നിറവേറിയ എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് രാത്രിയിൽ നാം ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ ദൈവം തന്നുള്ള പ്രമാണത്തിൽ നിന്ന് ഏതെങ്കിലും സ്ഥാനത്തൊക്കെ തെറ്റാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ടോ എന്നുള്ളതായ കാര്യം വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം എന്ത് മഹത്തരമാണ്. ഒരു വ്യക്തിക്ക് പാപത്തിലകപ്പെടാതെ ഏറ്റവും ശരിയായി ജീവിക്കാനുള്ളതായ എല്ലാ പ്രമാണങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ഇന്ന് അതോട് ചേർത്ത് ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായ കാര്യം. കൽപ്പനകളെ സൂക്ഷിച്ചാൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കൽപ്പനകൾ മാത്രമല്ല, ഈ കൽപ്പനാ ലംഘനത്താൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങൾ പോലും ദൈവവചനത്തിൽ എത്രയോ വ്യക്തമായിട്ട് ദൈവാത്മാവ് മുന്നറിയിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിക്കുന്ന വേദഭാഗം തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഇത് ലംഘിച്ചാൽ വരാവുന്ന അപകടങ്ങളും അതിനാലുള്ളതായ വരാൻ സാധ്യതയുള്ള ദോഷങ്ങളുമൊക്കെ എത്രയോ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമുക്ക് വളരെ പരിചയമുള്ളൊരു ഉദാഹരണം ഞാൻ കുടുംബ ബന്ധത്തിലൊന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടത് ഓർപ്പിക്കാനൊരു പ്രകാശനം കിട്ടിയതുകൊണ്ട് ഓർപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ നമുക്കറിയാം, കുറച്ച് കുടുംബ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ ദാസൻ നമുക്ക് എഴുതി തരുന്നുണ്ട്. അവിടെയും കൽപ്പനയെക്കുറിച്ച് പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ ഒത്തിരി വേദികളിൽ കേൾക്കാറുള്ളതായൊരു വാക്യമാണ്. വിവാഹിതരോടോ ഞാനല്ല, കർത്താവ് തന്നെ, അടുത്ത വാക്ക് ഓർക്കുന്നുണ്ടോ, കൽപ്പിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിയുന്നവരെ അനുസരിക്കേണ്ട ധാരാളം കൽപ്പനകളുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ വിവാഹിതർ അനുസരിക്കേണ്ട കൽപ്പനകൾ ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് തന്നിരിക്കുക. അപ്പോൾ ഈ അധ്യായത്തിൽ ഞാനൊരു കാര്യം ഒരു മുൻകരുതലായിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ പാപത്തിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നിയമമായിട്ടാണത് ഇരിക്കുന്നത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. നമ്മൾ ബൈബിൾ പരീക്ഷയുടെ വഴിയിൽ നമ്മൾ മനപ്പാഠവും പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ ഏർപ്പെട്ടിരിക്കരുത്. നിങ്ങളുടെ അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് പാർക്കുന്ന ജീവിത ശൈലിക്ക് എതിരെയുള്ള അപകട മുന്നറിയിപ്പായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ആ വാക്യത്തിലെ മറ്റ് വാക്കുകളൊന്നും ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്നതായ കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബവേദികളിലൊക്കെ ധാരാളം നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ചിന്തിച്ചിട്ടുള്ളതുമായ സത്യമാണ്. പക്ഷെ എനിക്ക് ഈ വാക്യം വളരെ വളരെ പ്രിയപ്പെട്ടൊരു വാക്യമാണ്. കാരണം അവിടെ ദൈവാത്മാവ് ഇങ്ങനെയൊരു കൽപ്പന നൽകുമ്പോൾ ഈ കൽപ്പന ലംഘിച്ചാൽ വരാൻ സാധ്യതയുള്ള വലിയ അപകടത്തെക്കുറിച്ചുള്ളതായ മുന്നറിയിപ്പ് തരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായ കാര്യമാണ്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് പാർക്കണം, അതാണ് അവിടുത്തെ പ്രമാണം. സിമ്പിളായിട്ടുള്ള പ്രമാണമാണ്.
ദീർഘകാല അടിസ്ഥാനത്തിൽ പിരിഞ്ഞു പാർത്താൽ വരാൻ സാധ്യതയുള്ളതായ അപകടം പറയുന്നത് സാത്താൻ നിങ്ങളെ നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തവും പരീക്ഷിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ ഓർക്കും, ദൈവവചനം എന്ത് മനോഹരമാണ്. നമ്മൾ പരീക്ഷിക്കപ്പെടാതിരിക്കത്തക്കവണ്ണം സൂക്ഷിക്കേണ്ട കൽപ്പനകളും എത്രയോ കൃത്യമായിട്ട് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പരീക്ഷയിൽ അകപ്പെട്ടാൽ എല്ലാവരും തോൽക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എല്ലാവരും ജയിക്കണമെന്നും നിർബന്ധമില്ല. അപ്പോൾ തോൽക്കാനും ജയിക്കാനും ഉള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനാ ഇത്രയും കൃത്യമായിട്ട് ഈ കാര്യം ദൈവാത്മാവ് രേഖപ്പെടുത്തി തരുന്നത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കത്തക്കവണ്ണം ഈ കാര്യം മുൻകരുതലോടുകൂടി സൂക്ഷിക്കണം എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാൻ 2-3 ആഴ്ചകളായിട്ട് ഒരു ക്ലാസ്സിൽ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഇത് പലവട്ടം വായിക്കുന്നുണ്ട്. ഒരു റെഫറൻസ് വേണമെങ്കിൽ ഞാൻ പറയാതെ നോട്ട് ചെയ്തോ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈ പ്രത്യേകതയും പറയുന്നുണ്ട്. പിന്നെ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിലും ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിലും ഒക്കെ വരുമ്പോൾ കർത്താവ് അത് അവകാശപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വിശ്വസ്ത സാക്ഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയാനിടയായിട്ട് തീരും. അത് നമ്മുടെ കർത്താവ് ഇവിടെ കുടുംബം സ്ഥാപിച്ച കർത്താവ് കുടുംബജീവിതം വിശുദ്ധമായിരിക്കത്തക്കവണ്ണം എത്രയോ കൃത്യമായിട്ട് ഈ കാര്യം രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ബാലൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അത് ഞാൻ സാമ്പിളായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ എത്രയോ മനോഹരമായ ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളിന്ന് രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒരുത്തൻ കല്യാണം കഴിച്ചിരിക്കുകയാണെങ്കിൽ അവനെ എന്തിനു കൊണ്ടുപോകരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന് കൊണ്ടുപോകരുത്. യുദ്ധത്തിന് കൊണ്ടായുള്ള കുഴപ്പം അവനിവിടെ ഈ കാര്യം ഓർത്തുകൊണ്ടിരിക്കും, യുദ്ധം വിജയിക്കാനിടയായിട്ട് തീരുകയില്ല. പരാജയം എല്ലാവരുടെയും പരാജയമായിട്ട് തീരും. അപ്പോൾ അവൻ വീട്ടിലിരുന്നോട്ടെ എന്നുള്ളതായ കാര്യം. അപ്പോൾ ദൈവം ആ നിയമം കൊടുക്കുമ്പോൾ എന്തൊരു സുരക്ഷിത ബോധത്തിലാണത് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതൊരു മനോഹരമായ ചിന്തയാണ്. പക്ഷേ ആ ചിന്ത ഇപ്പോൾ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ വിജയം ലക്ഷ്യമാക്കിക്കൊണ്ട് എത്രയോ കൃത്യമായിട്ട് നിയമങ്ങൾ നൽകുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോഴൊക്കെ ഈ വലിയ സത്യം വിസ്മരിക്കുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിന്ന് ഈ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ കുടുംബവേദികളിലൊക്കെ വചനം പറയുന്ന ആളുകളും കുടുംബവേദികളെക്കുറിച്ചൊക്കെ അല്ലാത്ത ആളുകളും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളല്ലാത്തവരും കുടുംബവേദികളെക്കുറിച്ച് ചിന്തിക്കുകയും അവർ കുടുംബ സംഗമങ്ങൾ നടത്തുകയും നല്ല സാരോപദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ലോകക്കാരും അവിശ്വാസികളും ഒക്കെ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് ഇപ്പോൾ കാണുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ഇന്ന് പകൽ ചിന്തിച്ചപ്പോൾ ഓർത്തൊരു കാര്യം, ഈ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് പാർക്കേണ്ട ആളുകൾ വേർപിരിഞ്ഞ് പാർക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അതൊരു ജീവിതശൈലിയായി തീരുവാൻ ഇടയായിട്ട് തീരുന്നത് നമ്മൾ സാധാരണ നോക്കിയാൽ കാണാൻ കഴിയാത്ത
വലിയൊരു അപകടത്തിന് കാരണമാണെന്നാണ് ഇപ്പോൾ കുടുംബവേദികളിലൊക്കെ ധാരാളം പറയുന്നത്. വേദവസ്തു ആ സത്യത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പിന്നെ ചിന്തിച്ചാൽ മതി. ഞാനൊരു സൂചന പറയാം. ഒരു വീട്ടിൽ വളർത്തപ്പെടുന്ന മകൻ അവൻ വിവാഹിതനായിട്ട് തീർന്ന് അവനൊരു ഭർത്താവായിട്ട് തീരുമ്പോൾ, ഒരു ഭർത്താവ് എന്ന നിലയിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അവൻ പഠിക്കുന്നത് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഈവൻ സഭയിൽ നിന്നോ അല്ല, അവൻ്റെ വീട്ടിൽ നിന്നാണ്. കാരണം അവൻ കൊച്ചുനാൾ മുതൽ അവൻ്റെ അപ്പനെ കണ്ട് വളരുകയാണ്. അപ്പോൾ ഒരു നല്ല ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്നുള്ളത് ആ ബാല്യ മനസ്സിൽ അവൻ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീരുന്നത് അവൻ്റെ വീട്ടിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിതൊക്കെ വളരെ ലാഘവമായിട്ടാണ് കഴിഞ്ഞ നാളിലൊക്കെ കാണുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതിൻ്റേതായ അപജയങ്ങളും നമ്മൾ ധാരാളം കണ്ടുവരികയാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തിലെ നിയമങ്ങൾ അതൊക്കെ എത്രയോ മനോഹരമാണ് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. എൻ്റെ മറുവശം ശരിയാണ്. ഒരു വീട്ടിലൊരു മോൾ വളർത്തപ്പെടുന്നു, അവിടെ ഒരു ഭാര്യയായി തീരുമ്പോൾ ഒരു ഭാര്യ എങ്ങനെ ആണ് ഏറ്റവും നന്നായി വർത്തിക്കേണ്ടതെന്ന് അവൾ മനസ്സിലാക്കുന്നത് അവൾ വളർന്ന വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് എത്രയോ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കാര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് എല്ലാ കൃത്യതയിലും നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കാനുള്ളതായ ആവശ്യകതയുണ്ട്. ഈ പാരൻറ്റിങ് എന്നുള്ള വാക്കിൻ്റെ മലയാളം അല്ല, തനി മലയാളം ഞാനൊന്ന് ചെറുതായിട്ടൊക്കെ അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കാരെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. ഇപ്പോഴൊരു പുതിയ വാക്ക് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അത് സിംഗിൾ പേരൻറ്റിങ് ആണ്. അതാണ് ഈ പിരിഞ്ഞു വാർത്താൽ സിംഗിൾ പേരൻറ്റിങ്ങിലായിരിക്കും മക്കൾ വളരാൻ ഇടയായിട്ട് തീരുന്നു. ചില പിള്ളേർ അപ്പൻ്റെ കൂടെ തന്നെ വളരുന്നു, മറ്റു ചില പിള്ളേർ അമ്മയുടെ കൂടെ തന്നെ വളരുന്നു. പ്രിയപ്പെട്ടവരെ, അതിലൊക്കെയുള്ളതായ അപജയങ്ങൾ എത്രയോ ഗൗരവതരമാണ്. അടുത്ത കാലത്തൊക്കെയാണ് ശാസ്ത്രം പോലും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തൊരു മനോഹരമായിട്ടാണ് ഈ സത്യങ്ങൾ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഇടം വലം നോക്കാതെ വചനവും അനുസരിക്കുന്നവർ എക്കാലത്തും സുരക്ഷിതരായിരിക്കും. അതെങ്ങനെ സുരക്ഷിതരാകുമെന്നൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവവചനത്തിനു വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സുരക്ഷിതരായി സൂക്ഷിക്കുവാൻ ദൈവത്തിനാണ് ഉത്തരവാദിത്വമുള്ളത്. അത് വെളിപ്പാട് ദിവസം നമുക്ക് നൽകുന്ന ഒരു മനോഹരമായ സത്യമാണ്. എന്തിനാ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ പോയത്? ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം. വിശ്വാസികളും യോഹന്നാനും ആശങ്കപ്പെട്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവമേ, ഞാൻ പത്മോസ് ദ്വീപിലേക്ക് പോവുകയാണ്, ഇനി എന്താ വരാൻ പോകുന്നത്, ഞാനവിടെ ഒറ്റപ്പെടുകയാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ യോഹന്നാൻ ചിന്തിച്ച് കാണുമായിരിക്കാം. ചിന്തിച്ചോന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പം അതുകൊണ്ട് ആ വാഗ്ദത്തം വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. വിശ്വാസികളുമൊക്കെ യോഹന്നാൻ ആരോരുമില്ലാത്ത പത്മോസിലേക്ക് പോവുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചു കാണാം. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനും യേശുവിൻ്റെ സാക്ഷ്യത്തിനും വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതത്വം ദൈവവചനം തന്നവൻ ഏറ്റെടുത്തുകൊള്ളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടം വലം നോക്കാതെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ചിന്തിച്ചൊരു വാക്കാണത്. ഇടം വലം നോക്കാതെ ദൈവം തന്ന പ്രമാണത്തോട് വിശ്വസ്തത പാലിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതായ 2-3 വാക്യങ്ങൾ ഇവിടെ ഒന്ന് വായിച്ച് മാത്രം പോകാം. അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഈ സഭയിൽ പ്രസംഗം പറഞ്ഞു കാണും. അത്ര പ്രധാനപ്പെട്ട വാക്യങ്ങളാണത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. നമ്മൾ ഈ 1 മാസം വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നങ്ങ് വായിച്ചാൽ മതി. വായിച്ചാട്ടെ.
ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. അപ്പൊ എന്ത് കൃത്യമായിട്ടാണ് ദൈവം ആ കാര്യം പറയുന്നത്? അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആ വാക്ക് വളരെ സന്തോഷത്തോടെ പറയുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലെ കൽപ്പനകൾ ഏതു വില കൊടുത്തു ഞാൻ അനുസരിക്കും എന്നുള്ള നിർണയത്തോടെ ജീവിക്കാം. അനുഗ്രഹം ഉറപ്പാണ്, ആരും സംശയിക്കേണ്ട. എൻ്റെ മറുവശം അടുത്ത വാക്യത്തിലുണ്ട്, അനുസരിക്കുന്നില്ലെങ്കിൽ ശാപമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ തന്നെ സൂക്ഷിച്ച് ജയാളികളായി ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി 2 കുറിപ്പുകൾ കൂടി ഞാൻ കുറിപ്പായിട്ട് മാത്രം പറഞ്ഞ് ഈ പാഠം ഇന്ന് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. വചനപ്രകാരം നമ്മൾ സൂക്ഷിക്കുമ്പോൾ, വചനപ്രകാരം സൂക്ഷിച്ച ധാരാളം ജയാളികളെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒത്തിരി വിശദമായിട്ടൊക്കെ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി വിശദീകരണം കൂടാതെ അങ്ങ് പറഞ്ഞ് ഉപസംഹരിക്കാം എന്നാഗ്രഹിക്കുന്നത്. ധാർമ്മിക ജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാത്ത ഒരു ജയാളി ആദ്യം നമ്മുടെ മനസ്സിൽ വരും. ആരാ? യോസേഫ്. അവിടെ നമുക്ക് ധാർമ്മികമായിട്ട് വിജയിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആ മനുഷ്യനെ നോക്കിയാൽ മതി, അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റിയാൽ മതി. അപ്പോൾ വചനപ്രകാരം സൂക്ഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല മാതൃകകൾ പിൻപറ്റാനായിട്ട് സാധിക്കണം. ഭക്ഷണ സംബന്ധമായ കാര്യത്തിൽ ദൈവത്തിൻ്റെ പ്രമാണം വില കൊടുത്ത് സൂക്ഷിച്ച ഭക്തനാണ് ദാനിയേൽ. ആ വാക്യങ്ങൾ തന്നെ എന്ത് മനോഹരമാണ്, നമുക്കറിയാവുന്ന വാക്യമല്ലേ. ദാനിയേൽ 1:8 വാക്യം, രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതുപോലെ സൂക്ഷിക്കാനുള്ളതായ നല്ല നിർണയം സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ഒരു ടീനേജറായിട്ട്, ഒരു ബാലനായിട്ട് ബാബേലിൽ ചെന്ന ദാനിയേൽ അവിടെ പ്രായാധിക്യത്തിൽ വരെ പല രാജാക്കന്മാർ മാറി, പക്ഷെ ദാനിയേൽ മാറിയില്ല. ദാനിയേലിനെ ദൈവം അവിടെ ദൈവത്തിൻ്റെ സാക്ഷിയായി സൂക്ഷിച്ചു എന്നുള്ളത് എത്രയോ മനോഹരമായൊരു സത്യമാണ്. കൂട്ടുകാരെ നോക്കിയിട്ടും സഹപ്രവർത്തനം നോക്കിയിട്ടും ഒരു ചെറിയ തെറ്റും കുറ്റവും പോലും അവന് കണ്ടെത്താൻ കഴിയാതെ വണ്ണം ആ ജീവിതം എത്രയോ പരിപാവനമായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് വചനപ്രകാരം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവവചനത്തിലുള്ള ഇങ്ങനെയുള്ള ജയാളികളുടെ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഞാനൊരു ടീനേജറായിരുന്നപ്പോഴാണ് ദാനിയേലിനെ കുറിച്ചുള്ള പാഠങ്ങൾ എൻ്റെ ജീവിതത്തെ ഒരർത്ഥത്തിൽ ചലഞ്ച് ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം വാർദ്ധക്യത്തിലേക്കൊക്കെ വന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ആ മനുഷ്യൻ ഉൾക്കൊണ്ടതായ പാഠങ്ങൾ എത്രയോ എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാം, സാക്ഷ്യം വഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കുറിപ്പോടെ നിങ്ങൾക്കറിയാവുന്നതാണ് എങ്കിലും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പരാജിതരുടെ ഒരു നീണ്ട നിര ദൈവവചനത്തിൽ ഉണ്ട്. പരാജിതരുടെ ഒരു നീണ്ട നിര ഉണ്ട്. ധാർമ്മിക മേഖലയിൽ ജയാളിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ യോസേഫിൻ്റെ കാര്യം പറയും. തോറ്റ ഭക്തൻ്റെ കാര്യം പറയുമ്പോൾ ആരുടെ കാര്യം പറയും? ദാവീദിൻ്റെ കാര്യം പറയും. എന്തോരം വിശദമായിട്ടാണ് 2 ശമൂവേൽ 11 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ആ പരാജയ ചരിത്രം ദൈവാത്മാവ് വിശദീകരിക്കുന്നത്. യോസേഫിൻ്റെ വിജയ ചരിത്രം വിശദീകരിക്കാൻ ഒരധ്യായമേ ഉള്ളൂ. പക്ഷെ പരാജയ ചരിത്രം വിശദീകരിക്കാനായിട്ട് ദൈവാത്മാവ് ദീർഘമായ അധ്യായങ്ങൾ വേർതിരിച്ചിരിക്കുകയാണ്.
അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. 51 സംഘത്തിലും 13 വാക്യത്തിൽ ദാവീദ് അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും. അടുത്ത വാചകം ഓർക്കണ്ടോ? പാപികൾ നിങ്കലേക്ക് മനം തിരിയും. അതുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊണ്ടാൽ വിജയകരമായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ പരാജയം തുടങ്ങി രംഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 11-ാം അധ്യായത്തിൽ 2-ാം വാക്യം വായിക്കണ്ട, നമുക്കറിയാം. ഒരു കാഴ്ച, സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ കണ്ടത്. അവിടെയാണ് ഈ ഭക്തൻ്റെ വീഴ്ച ആരംഭിച്ചത്. എന്തുകൊണ്ടോ ഇന്ന് പകൽ ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ ഇത് നിർബന്ധമായിട്ടും പറയണമെന്നൊരു പ്രകാശനം ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. കാരണം ഇന്നിപ്പോൾ സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുന്നതിനേക്കാൾ അധികം സൗന്ദര്യം ചിത്രീകരിച്ചിരിക്കുന്നതായ ചിത്രങ്ങൾ നമ്മുടെ പോക്കറ്റിൽ സുലഭമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഈ മേഖലയിൽ നമ്മൾ നിന്നില്ലെങ്കിൽ ദാവീദിന് നിൽക്കാൻ പറ്റിയില്ല, പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരൻ വിസിറ്ററായി വന്നപ്പോൾ അദ്ദേഹം വചനം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന വളരെ സൂക്ഷിച്ച് വേണം. ഗബ്രിയേൽ ദൂതൻ വന്ന് മൊബൈൽ ഓഫ് ചെയ്യുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കരുത്, അതൊരിക്കലും സംഭവിക്കുകയില്ല. നമ്മൾ തന്നെ ഓഫ് ചെയ്യേണ്ടതൊക്കെ ഓഫ് ചെയ്തോളണം. എനിക്ക് ആ വാചകം വളരെ ഇഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ മേഖലയിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ 3 സത്യങ്ങൾ ഓർക്കണം. വചനത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കരുത്, നല്ല മാതൃകകൾ പിൻപറ്റണം, പരാജയപ്പെട്ടവരിൽ നിന്നുള്ള മുന്നറിയിപ്പിൻ പാഠം ഉൾക്കൊള്ളണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പാപാവസ്ഥയോർത്ത് ദുഃഖിക്കാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖം നമ്മെ ദൈവവചനത്തിൻ്റെ അനുസരണത്തിലേക്ക് നയിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. അത് നമുക്ക് വിജയകരമായിട്ട് സാധിച്ചാൽ ജയാളികളായിട്ട് ഈ തലമുറയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. പാപത്തിന്മേൽ വിജയം വരിക്കുന്നത് ആശ്വാസം മാത്രമല്ല, വലിയ ആഹ്ലാദമാണത്. അത് വലിയ സന്തോഷമാണ്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് കേൾക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് അത് പ്രായോഗികമാക്കി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് ഈ ചിന്തകളാൽ നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.